സ്റ്റാൻലി സർ, ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ ഇതാ ചർച്ചയാവുന്നത് ഇന്ത്യ പാക് സീസ് ഫയർ ആണ്. സീസ് ഫയറിനെ കുറിച്ച് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. നമുക്കറിയാം, പഹൽഗാം അറ്റാക്ക് വന്ന സമയത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷം നമ്മുടെ കേന്ദ്ര സർക്കാരിനെ വല്ലാതെ കുറ്റപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് ആരും ഒന്നും അനങ്ങിയില്ല. കൃത്യമായ ഒരു നിലപാട് പറയാൻ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ വന്നില്ല. ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായ സമയത്തും ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾ. സ്വരാജിനെ പോലെയുള്ളവർ മുറകൂട്ടി യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന്. അതിനുശേഷം ഇതാ സീസ് ഫയർ വന്ന സമയത്ത് രാജ്യത്തിനൊപ്പം നിൽക്കാതെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഒരു സംഗതി. കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു, ഇതാ ഇന്ത്യ കീഴടങ്ങിയിരിക്കുന്നു, സീസ് ഫയർ അംഗീകരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, മോദി ട്രംപിന് അടിയറവ് പറഞ്ഞതാണ്, കീഴടങ്ങിയതാണ്, ട്രംപ് ആണ് ഇവിടെ ആധികാരികമായി ഇന്ത്യ പാക് വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ രാജ്യം വേണ്ട രീതിയിൽ ഒരു തിരിച്ചടി നൽകിയപ്പോൾ കൂടെ നിൽക്കാത്ത ഇന്ത്യയിലെ ഒരു പറ്റം ആളുകൾ ഇതാ ഇന്ത്യയെ സീസ് ഫയറിന്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ സീസ് ഫയറിന്റെ കാര്യത്തിൽ എടുത്ത നിലപാടിൽ താങ്കളുടെ ഒരു വിശകലനം? കേന്ദ്ര സർക്കാർ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ 2014 തുടങ്ങി വളരെ കൃത്യവും ദൃഢവുമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊരു കാര്യത്തിലും തെറ്റിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെയും ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെയും ആവശ്യപ്രകാരമാണ് പല പാകിസ്ഥാൻ ആക്രമണങ്ങളും ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള ഹിന്ദുത്വത്തെയോ ദേശീയവാദികളെയോ പാകിസ്ഥാനെ ഉപയോഗിച്ച് പേടിപ്പിച്ച് നിലയ്ക്ക് നിർത്തുക എന്ന തന്ത്രമാണ് ഗാന്ധിയും നെഹ്റുവും കോൺഗ്രസും മൈമുന ബീഗം എന്ന ഇന്ദിരയും ഇന്ത്യ അലയൻസും പപ്പു ഖാനും എല്ലാവരും സ്വീകരിച്ചിരുന്ന അതേ നയമാണ്. അതായത് പാകിസ്ഥാൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, നമ്മൾ റിയാക്ട് ചെയ്യേണ്ട എന്ന നയമാണ് UPA മാഫിയ 2014 വരെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ വളരെ കൃത്യമായ മറുപടി പാകിസ്ഥാന്റെ എല്ലാ ഭീകരാക്രമണങ്ങൾക്കും മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. അതെല്ലാ രീതിയിലും, എക്കണോമിക് ആയിട്ടും വെള്ളമായിട്ടും മിലിറ്ററി ആയിട്ടും സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടും പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാശ്മീരിലെ 370 എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്ത്യയോട് ചേർത്തു. കാശ്മീരിനെ ഇന്ത്യക്കും പാകിസ്ഥാനും അല്ലാണ്ടാക്കി നിർത്തിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് 75 വർഷമായിട്ട്. അതിനെ ഇന്ത്യയോട് ചേർത്തു പൂർണ്ണമായിട്ടോ. അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഈ പുൽവാമ ആക്രമണം ഇന്ത്യയിലെ പ്രതിപക്ഷവും പാകിസ്ഥാനും കൂടെ സംഘടിപ്പിച്ചത്. അതിൽ നിർഭാഗ്യവശാൽ 10-26 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിന് തിരിച്ചടി കൊടുക്കാൻ സൈന്യത്തിനെ ഇന്ത്യ ഓതറൈസ് ചെയ്തു. നമ്മുടെ സൈന്യം അതിന് റെഡിയായി. 16 അടിയന്തരം 16-ാം ദിവസം കഴിഞ്ഞ് മരിച്ചവരുടെ 16-ാം ദിവസം ചടങ്ങ് കഴിഞ്ഞ് ഇന്ത്യയുടെ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. പാകിസ്ഥാന് വമ്പിച്ച നാശനഷ്ടങ്ങൾ വരും. വെറും 72 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാന് കീഴടങ്ങേണ്ടി വന്നു. പാകിസ്ഥാൻ ചൈനയെ വിളിച്ചു, സഹായത്തിന് വന്നില്ല. യൂറോപ്യൻ യൂണിയനെ വിളിച്ചു, പാകിസ്ഥാനെ സഹായിച്ചില്ല. അറബ് രാജ്യങ്ങളെ വിളിച്ചു, സഹായിക്കാൻ ആരും ചെന്നില്ല. ആകെ വന്നത് ഒന്നിനും കൊള്ളാത്ത ടർക്കിയും അസർബൈജാനുമാണ്. അവരെ ഒന്നും ആരും മൈൻഡ് ചെയ്ത് പോലുമില്ല. അവസാനം 100% പാകിസ്ഥാൻ തവിടുപൊടിയാകുമെന്ന് വന്നപ്പോഴാണ് അമേരിക്കയെ വിളിക്കുന്നത്. അമേരിക്ക ഇടപെട്ടുവെന്നും ഇടപെട്ടില്ല എന്നും പറയുന്നു. എന്താണേലും ട്രംപ് മാച്ചൻ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം, ഗവൺമെന്റ് ജയിച്ചു, ഇന്ത്യ ഗവൺമെന്റ് ജയിച്ചു, ഇന്ത്യൻ ആർമി ജയിച്ചു. ഇനി യുദ്ധത്തിന് ഈ സർജിക്കൽ സ്ട്രൈക്കിന് എടുത്ത തീരുമാനം ആരാ എടുത്തത്? മോഡിജിയാണ് എടുത്തത്, ഗവൺമെന്റ് ആണ് എടുത്തത്. ഇതിന്റെ ആയുധങ്ങൾ സംഘടിപ്പിച്ചത് ആരാ? ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിന് ഇത് നടത്താൻ അറിയാമെങ്കിൽ നിർത്താനും അറിയാം. അനേകം റിക്വസ്റ്റുകൾ ലോകത്തിന്റെ അനേക ഭാഗത്തുനിന്ന് വന്നു കാണും. യുദ്ധം നിർത്തണം, സമാധാനം വേണം, ചർച്ച വേണം എന്നുള്ളതൊക്കെ വന്നു കാണും. ഗവൺമെന്റിന്റെ ഷോർട്ട് ടൈം ലക്ഷ്യങ്ങളും ലോങ് ടൈം ലക്ഷ്യങ്ങളും കൃത്യമായിട്ട് നേടിയെടുത്തു. ഇപ്പൊ നമ്മൾ ജയിച്ചതിന് ശേഷം തോൽപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും യുദ്ധം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഗവൺമെന്റിന്റെ തീരുമാനമാണ്. ഇന്നിപ്പം എയർഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ ആരും നിർത്തിയിട്ടില്ല. അത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഇനിയും തീവ്രവാദം വരുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം നടക്കുന്ന ചർച്ചകൾ 12-ാം തീയതിയോ 13-ാം തീയതിയോ നടക്കും. പിന്നെ ഇന്ത്യയുടെ സുഹൃത്താണ് ട്രംപ്. അപ്പം ട്രംപ് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെന്താ ആക്ഷേപം? ട്രംപ് ക്രെഡിറ്റ് എടുക്കുന്നതിന് കോൺഗ്രസും രാഹുൽ ഗാന്ധി കാർഗയും ഒക്കെ കിടന്ന് പോകുന്നത് എന്തിനാ? അതുപോലെ ലോകത്തുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ആയിട്ടുള്ള ട്രംപോ, കത്തോലിക്കനായിട്ടുള്ള വാൻസോ, ഓർത്തഡോക്സുകാരനായിട്ടുള്ള പുട്ടിനോ, യൂതനായിട്ടുള്ള നെതന്യാഹു ഒക്കെ ഇന്ത്യയെ സഹായിക്കുന്നതിന് ഈ ജിഹാദി കോൺഗ്രസും ജിഹാദി പപ്പും ഒക്കെ എന്തിനാ കരയുന്നത്? കമ്മ്യൂണിസ്റ്റ് ബേബി എന്തിനാ കരയുന്നത്? ലോകത്തിലെ നല്ല ക്രിസ്ത്യാനികൾ ഇന്ത്യയെ സഹായിക്കുന്നു. അവർ ഇന്ത്യയോട് പല കാര്യങ്ങൾ പറയുന്നു, ഇന്ത്യ പറയുന്നത് അവർ കേൾക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നത് ഇന്ത്യ കേൾക്കുന്നു. അത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ഇടപാടാണ്. അതുകൊണ്ട് ജിഹാദി കോൺഗ്രസിനും ജിഹാദി ഇന്ത്യ അലയൻസിനും ജിഹാദി പപ്പുവിനും ഇന്ത്യയുടെ ഒരു കാര്യത്തിലും
ഒരു കാര്യത്തിനും അവകാശമില്ല. ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങളുടെ മൊത്തം പിന്തുണയുണ്ട്, ബുദ്ധ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്, അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്, ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ മൊത്തം പിന്തുണയുണ്ട്. അപ്പം ലോക പൊളിറ്റിക്സിലെ ഒരു പ്ലെയർ ആണ് ഇന്ത്യ. അപ്പൊ അവര് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കും, നമ്മൾ പറയുന്നത് അവര് കേൾക്കും. കോൺഗ്രസിന്റെ കാലമല്ല, ഇന്ത്യ ഒന്നിനും കൊള്ളാത്ത രാജ്യമായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത്. ഫ്രാജിൽ 5 മൻമോഹൻ ഖാനും പപ്പു ഖാനും മമ്മി ഖാനും വിങ്കി ഖാനും കൂടെയൊക്കെ 10 വർഷം ഭരിച്ച് 2013-14 ആയപ്പോഴത്തെ ഇന്ത്യയുടെ ലോകരാഷ്ട്രങ്ങളിലുള്ള സ്ഥാനം 180-ൽ 175 ഫ്രാജിൽ 5 അതിലായിരുന്നു കിടന്നിരുന്നത്. ഇപ്പം ഇന്ത്യ ഗ്ലോബൽ സൂപ്പർ പവർ 5 ആണ്. അപ്പൊ അനേകം സുഹൃത്തുക്കൾ കാണും, അനേകം രാഷ്ട്രീയ ബന്ധങ്ങൾ കാണും, അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവും. എന്താണെങ്കിലും പാകിസ്ഥാന്റെ പകുതിയിലധികം എയർബേസ് തകർന്നു, പാകിസ്ഥാന്റെ നട്ടല്ലൊടിഞ്ഞു. അവർക്ക് വെള്ളമില്ല, കറണ്ട് ഇല്ല, ഭക്ഷണമില്ല, ഡീസൽ ഇല്ല, ആയുധമില്ല. അവരുടെ പട്ടാളക്കാർ തന്നെ പകുതി പേര് സ്കൂട്ടി ചെയ്ത് വീട്ടിൽ കയറി. മന്ത്രിമാര് സ്വന്തം വിമാനം എടുത്ത് ലണ്ടനിലോട്ടും യൂറോപ്പിലോട്ടും ഒളിച്ചോടി. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യം ഇതിനൊരു സമാധാനം വേണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ അതിനൊരു അവസരം കൊടുക്കുന്നു. ഇവിടെ ടെക്നിക്കലി ഇന്ത്യ യുദ്ധം തുടങ്ങിയിട്ടില്ല. സർജിക്കൽ സ്ട്രൈക്കേ നടത്തിയിട്ടുള്ളൂ, പ്രിസിഷൻ സ്ട്രൈക്കുകളെ നടത്തിയിട്ടുള്ളൂ. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രസ്താവനകളിലും കൃത്യമായിട്ടുണ്ട്, നാഷണൽ മീഡിയയിലുണ്ട്. പക്ഷെ കേരളത്തിലെ ഉഡായിപ്പ് മീഡിയയും ഉഡായിപ്പ് LDF-ഉം UDF-ഉം യുദ്ധം പിടിച്ചു വലിച്ചു എന്നെല്ലാം പറഞ്ഞ് 3-4 ദിവസം ബഹളം ഉണ്ടാക്കിയതേ ഉള്ളൂ. ഗവൺമെന്റ് ചെയ്യേണ്ട ടാർഗറ്റുകൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഗവൺമെന്റ് അച്ചീവ് ചെയ്തു. ഇപ്പൊ ഈ യുദ്ധം ഒരു വലിയ ലെവലിലോട്ട് വന്നാൽ നടത്താനുള്ള പ്രിപ്പറേഷൻസ് ഗവൺമെന്റ് നടത്തിയിരുന്നു, അത് സത്യമാണ്. അതിൽ നിന്നും ഗവൺമെന്റ് അങ്ങനെ ഒരു യുദ്ധം ഇപ്പൊ തുടങ്ങേണ്ടതില്ല, എന്തെങ്കിലും സമാധാനത്തിന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം ഗവൺമെന്റിനും അറിയാം, 1400 വർഷമായിട്ട് ഒരു ജിഹാദിയും ഒരു എഗ്രിമെന്റും ഹോണർ ചെയ്തിട്ടില്ല. ഇനി ജിഹാദി നന്നാകാൻ പോകുന്നില്ല. അത് പാകിസ്ഥാൻ ആണേലും, ലീഗ് ആണേലും, PFI ആണെങ്കിലും, ഹമാസ് ആണേലും, താലിബാൻ ആണെങ്കിലും, ഏതു പേരിൽ ജിഹാദി വന്നാലും അവൻ കള്ളനാണ്, അവൻ ഡക്കിയാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ കണ്ടതാണ്, കഴിഞ്ഞ 75 വർഷം ജിഹാദി പലർക്കും സ്ഥലം വിറ്റു. അത് വഖഫ് ചെയ്തിട്ടാ വിറ്റത്. മേടിച്ചോൻ പിന്നെ അറിയുന്നത് വഖഫായിരുന്നെന്ന്. അതാണ് ജിഹാദിയായിട്ട് എഗ്രിമെന്റിന് പോയാലുള്ള അനുഭവം. അതായത് ജിഹാദിക്ക് അവന്റെ വാക്കിന് വിലയില്ല, അവൻ ചതിയനാണ്. അത് ലോകത്തെല്ലാ ജിഹാദി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ കെയർഫുൾ ആണ്. ഈ സമാധാനത്തിന് അവസരം നൽകുന്നതോടൊപ്പം പാകിസ്ഥാനെ പൂട്ടാൻ ആവശ്യമായ നടപടികൾ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് മുമ്പിലുള്ള എഗ്രിമെന്റുകൾ ഒന്ന് നോക്കാം. പാർട്ടീഷൻ എഗ്രിമെന്റ് ഗാന്ധി നെഹ്റുവും കൂടെ ഉണ്ടാക്കിയതാ, പാലിക്കപ്പെട്ടോ? ഇല്ല. കോൺഗ്രസ് ഉണ്ടാക്കിയതാ, ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്തുണ കൊടുത്തതാ? ഇല്ല. അത് കഴിഞ്ഞ് നെഹ്റു ലിയാഖത്ത് എഗ്രിമെന്റ്, ന്യൂനപക്ഷങ്ങളെ പാകിസ്ഥാനിൽ സംരക്ഷിക്കും, ഇവിടെ ജിഹാദിയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നെഹ്റു ആരോടും ചോദിക്കാതെ കരാർ ഒപ്പിട്ടു. വല്ലതും നടന്നോ? ന്യൂനപക്ഷങ്ങൾ അവിടെ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു, ഇവിടെ ജിഹാദിക്ക് ബെനിഫിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ചുണ്ടാക്കിയതാ ഷിംല കരാർ, ഇന്ദിരാഗാന്ധി ഉരുക്കു വനിത, അതെന്ന് ഇതെന്നെല്ലാം പറഞ്ഞു ഇട്ടതാ. പാകിസ്ഥാൻ ഷിംല കരാർ പാലിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ കോൺഗ്രസ് ഒപ്പിട്ട കരാറുകളെല്ലാം വേസ്റ്റ് ആയിരുന്നു. കോൺഗ്രസ് 100% പരാജയമായിരുന്നു. ഇത് കൃത്യമായിട്ട് പ്രൂവണായി. ഇനി BJPയുടെ ഊഴമാണ്. ട്രംപ് മീഡിയേറ്റർ ആകുന്നതിനെ വ്യക്തിപരമായിട്ട് ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടില്ല. ട്രംപ് മീഡിയേറ്റർ ആയിട്ട് എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. ട്രംപ് മീഡിയേറ്റർ ആയി എന്ന് പറയുന്നു. വ്യക്തിപരമായിട്ട് ഞാൻ കരുതുന്നത് ട്രംപും USA മീഡിയേഷന് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇന്ത്യയുടെ വലിയ വിജയമാണ്. ഇന്ത്യ 100% ജയിച്ചത് കൊണ്ടാണ് പാകിസ്ഥാന് വേണ്ടി അവർക്ക് വിളിക്കേണ്ടി വന്നത്. അവരെ രക്ഷപ്പെടുത്തണമെന്ന് ഇന്ത്യ ജയിച്ചില്ലാതെ അവര് വിളിക്കുവോ? പാകിസ്ഥാനെ ജയിച്ചു നിൽക്കുന്നതിൽ അവർ വിളിക്കുവോ? ഇല്ല. അപ്പൊ ഇന്ത്യ 100% ജയിച്ചത് കൊണ്ടാണ് അമേരിക്കയ്ക്കോ അല്ലെ മറ്റു രാജ്യങ്ങൾക്കോ ഇതൊന്നും നിർത്തണം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെറും പട്ടിത്തുലുക്കനാണ്, അവനെ ഊരി വിടണം, നിർത്തണമെന്ന് അവർക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ 100% ജയിച്ചുകൊണ്ടാണ്. ജയിച്ചതിന്റെ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യ സൈന്യവും ജയിച്ചതിന്റെ ക്രെഡിറ്റ് BJPക്കും നരേന്ദ്രമോദിക്കും തന്നെയാണ്. 100% നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇനി നമ്മളുടെ ടേംസ് അനുസരിച്ചുള്ള കരാറിൽ അവരെ ഒപ്പിടിപ്പിക്കും. അത് ആ കരാർ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഗവൺമെന്റ് ചെക്ക് ചെയ്യും. അത് നടക്കുന്നില്ലെങ്കിൽ വീണ്ടും ഈ യുദ്ധം ഇതിലും കൂടിയ രീതിയിൽ ഒരു ഡിക്ലെയർ വാർ, അതായത് ഒരു നേരത്തെ അൺഒഫീഷ്യൽ ആയിട്ടാണ് നടത്തിയിരുന്നെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള യുദ്ധം നടക്കും. അതിൽ പാകിസ്ഥാൻ പരിപൂർണമായിട്ടും ഇല്ലാണ്ടാവും. കാരണം പാകിസ്ഥാൻ ഇനി മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റത്തില്ല. പഴയ ടക്കിയ ഇറക്കിയാൽ, കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ടക്കിയ ഇറക്കിയാൽ അവരെ പിടിക്കാനുള്ള എല്ലാ സംവിധാനവും. കാരണം ഇനി വിവരമുള്ള ഒരുത്തനും പാകിസ്ഥാന്റെ കൂടെ യുദ്ധത്തിന് ചേരത്തില്ല. കാരണം ഇന്ത്യ 100% ജയിച്ചിരിക്കുന്നു.
2, പാകിസ്ഥാന്റെ സൈന്യത്തിലുള്ളവർ പോലും പാകിസ്ഥാന് വേണ്ടി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ മീഡിയയും ഇന്ത്യയിലെ പ്രതിപക്ഷവും പാകിസ്ഥാന്റെ കൂടെ ചേർന്ന് കാണിച്ചു കൂട്ടുന്ന വ്യാജ വാർത്തകളും വ്യാജ നറേഷൻസും ഒരർത്ഥവുമില്ല. കാരണം ഇതിന്റെ അകത്തൊരു ഡിസ്പ്യൂട്ട് ഇല്ല. ഇന്ത്യ 100% ജയിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആംബിഗ്വിറ്റിയോ ഒന്നുമില്ല. ഇനി ഇവർക്ക് ഭീകരവാദികളെ നമുക്ക് വിട്ടുതരേണ്ടി വരും, വെള്ളം പാകിസ്ഥാന് കിട്ടത്തില്ല, പല സ്ഥലങ്ങളും വിട്ടുതരേണ്ടി വരും. എഗ്രിമെന്റ് വരാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്, അതിലൊരർത്ഥവുമില്ല. ഓക്കെ, എന്തായാലും വ്യക്തമാണ് സാർ. സ്റ്റാൻലി സാർ സൂചിപ്പിച്ചതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവും വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും JD വാൻസും ഒക്കെ പിന്തുണ നൽകുന്ന ഇന്ത്യ പഴയ UPA കാലത്തെ ഇന്ത്യയല്ല. സൂപ്പർ ഗ്ലോബൽ 5-ൽ ഇന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. കൃത്യമായി തീരുമാനമെടുക്കാൻ, മറ്റൊരാളുടെ ഉപദേശം സ്വീകരിക്കാതെ വ്യക്തമായി എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇന്ത്യക്കറിയാം. അതിന് ഏറ്റവും മികച്ച ഭരണാധികാരികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യക്കുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.